നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇയാൾ എന്തിനാണാവോ ഇങ്ങനെ ഇരുന്ന് കുഴി കുത്തണമെന്ന്. ഞാനിതൊന്ന് കുഴി കുത്തി കഞ്ഞി കുടിച്ചേക്കാന്ന് വിചാരിച്ചു. പണ്ട് ചെറുപ്പത്തിലെങ്ങാണ്ട് കുഴി കുത്തി കഞ്ഞി കുടിച്ച ഒരു ഓർമ്മയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ആൾക്കാർ കുഴി കുത്തി കഞ്ഞി കുടിക്കും. വീട്ടിലൊക്കെ അൺഎക്സ്പെക്റ്റഡായിട്ട് ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കഞ്ഞിയും കറിയും കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്സവം വരുമായിരിക്കും, അല്ലെങ്കിൽ പണിക്കാർ വരുമായിരിക്കും, ആൾക്കാരുടെ നമ്പർ കൂടുക, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലത്തേക്ക് ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ വീട്ടിലെന്തായാലും പാത്രമില്ല. അന്നൊക്കെ ഡിസ്പോസിബിൾ പ്ലേറ്റ്സും വാങ്ങിക്കാനായിട്ടുള്ള ഓപ്ഷനില്ല. അപ്പോൾ പിന്നെ വാഴയില തന്നെയാണ്. ഊണിന് വാഴയില കൊടുക്കുക, നിലത്തിരുത്തി നമ്മൾ ഓണത്തിനൊക്കെ കഴിക്കണ പോലെ. കഞ്ഞിയാകുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതുപോലെ വേണ്ടേ, ഒരു കുഴി പോലെ വേണ്ട. അപ്പോൾ ഒരു കുഴി കുഴിച്ചിട്ടെടുക്കും. അല്ലെങ്കിൽ ചിലപ്പം ഓലക്കാലിൻ്റെ ഇല വട്ടത്തിൽ മടക്കിയിട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് ഇല താത്തിയിട്ട് കഞ്ഞി കുടിക്കും. അതൊക്കെ ഇപ്പോഴും യൂഷ്വലി നടക്കുന്നൊരു കാര്യമാണ്. അത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലാണ്ട് തന്നെ എല്ലാ ആൾക്കാരും കഴിച്ചിട്ടുണ്ട്. സോ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ചെട്ടുകുളങ്ങര എന്ന് പറയുന്നൊരു അമ്പലത്തിൽ ഈ കുംഭഭരണി സമയത്തിൽ ഇപ്പോഴും ഇങ്ങനെ തന്നെ കഞ്ഞി കുടിക്കുന്നുണ്ട്. സോ എനിവേ, ഞാൻ എന്തായാലും കുഴികുത്തി നിന്ന് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ ഉള്ളത് ചമ്മന്തി ഉണ്ട്, പിന്നെ പുഴുക്കുണ്ട്. വൻപയറും ചേനയും ചേർത്തുണ്ടാക്കിയിരിക്കുന്ന പുഴുക്കാണ്. ചേമ്പ് തീർന്നു പോയി, അപ്പോൾ പിന്നെ ഉള്ള വെച്ച് പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാൽ പുളിയുടെ ചവിട്ടി പോയി ഒരു കുഴിയൊക്കെ കുത്തിയിട്ട് അവിടെ നിന്ന് ഈ കുഴികുത്തി കഞ്ഞിയും ചമ്മന്തിയും ചേമ്പ് പുഴുങ്ങിയതും പുഴുക്കും ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു.